വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പ് എത്തുമ്പോൾ പൂർത്തിയാകുന്നത് നാളുകൾ നീണ്ട കാത്തിരിപ്പാണ്. വിവിധ സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ പല കാലങ്ങളിൽ വിഴിഞ്ഞത്തുണ്ടായിട്ടുണ്ട്. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപേ ആരംഭിച്ച ആ ചർച്ചകളുടെ നാൾവഴിയിലേക്ക് 1940കളുടെ തുടക്കത്തിലാണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖമെന്ന ആലോചന വരുന്നത്. അന്ന് മുൻകൈയെടുത്തത് തിരുവിതാംകൂർ ദിവാനായ രാമസ്വാമി അയ്യർ. ജനാധിപത്യ ഭരണം വന്നതോടെ ആലോചന അപ്പാടെ അവസാനിച്ചു. 1996-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ വീണ്ടും തുറമുഖമെന്ന ആശയം മുന്നോട്ട് വെച്ചു. 2000-ൽ പദ്ധതിയെക്കുറിച്ച് പഠനം ആരംഭിച്ചു. 2009-2010 വർഷം പഠന പരമ്പരകൾ നടന്നു. ഭൂവുടമ മാതൃകയിൽ പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനമായി. 2013-ൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 2015-ൽ UDF സർക്കാരിന്റെ കാലത്ത് കരാർ അദാനിക്ക് നൽകി. ഒടുവിൽ 2015 ഡിസംബറിൽ സ്വപ്ന പദ്ധതിക്ക് നിർമ്മാണ തുടക്കം. 1000 ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്ന് അന്നത്തെ പ്രഖ്യാപനം. 2017-ൽ ഓഖി ചുഴലിക്കാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെ പുറകോട്ടടിച്ചു. പിന്നാലെ കോവിഡ് എത്തി. ഇതിനിടയിലൊക്കെയും പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നടന്നു. എല്ലാത്തിനുമൊടുവിൽ 2023 ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രെയിനുമായി ഷെൻഹുവ 15 തുറമുഖത്ത് നങ്കൂരമിട്ടു. ഇന്നിതാ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ എത്തുന്നു. കാലങ്ങളും പ്രതിസന്ധിയും അങ്ങനെ പലതു കടന്നാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരമണയുന്നത്. കടമ്പകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. എല്ലാത്തിനുമൊടുവിൽ നാടിന് അഭിമാനിക്കാവുന്ന കഥയും കണക്കും പറയാനാവും. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.